Hi friends, welcome to Craft Wonders. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഉപയോഗശൂന്യമായിട്ടുള്ള ചെറിയ ചെറിയ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു മിക്സ്ഡ് മീഡിയ ആർട്ട് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ മിക്സ്ഡ് മീഡിയ ആർട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു പഴയ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ അതിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ മിക്സ്ഡ് മീഡിയ ആർട്ട് ചെയ്യാനായിട്ട് ക്യാൻവാസ് എടുക്കാം, അതുപോലെ കാർഡ്ബോർഡിൽ ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ചാർട്ട് പേപ്പർ, നല്ല തിക്കായിട്ടുള്ള ചാർട്ട് പേപ്പറിൽ ചെയ്യാം. ഒരുവിധം എല്ലാ സർഫേസിലും നമുക്ക് മിക്സ്ഡ് മീഡിയ ആർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ മോഡ് പോഡ്ജ് എടുത്തിട്ടുണ്ട്. മോഡ് പോഡ്ജിന് പകരം നിങ്ങൾക്ക് ഫെവിക്കോൾ യൂസ് ചെയ്യാം, നോർമൽ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്യാം, അതിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു ടെക്സ്ചറിനായിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പറാണ്. ഇപ്പോൾ പ്രിൻറ്റഡ് ടിഷ്യൂ പേപ്പർ വെച്ച് ഡിസൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ നോർമൽ ടിഷ്യൂ വെച്ചിട്ടൊരു ടെക്സ്ചർ ആദ്യം കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോർമൽ ടിഷ്യൂ എടുക്കാം. ഇനി നമുക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മോഡ് പോഡ്ജ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മോഡ് പോഡ്ജിന് പകരം ഞാൻ പറഞ്ഞ പോലെ ഫെവിക്കോളോ അല്ലെങ്കിൽ നോർമൽ ഗ്ലൂ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഞാൻ ഫസ്റ്റ് കോട്ട് ഒരു ഗ്ലൂ അടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഫേഷ്യൽ ടിഷ്യൂ ആണെങ്കിൽ 2 ലെയറായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊരു ലെയർ മാറ്റിയതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലൂടെയും ഒരു കോട്ട് ഗ്ലൂ അടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കറിയാം ടിഷ്യൂ പേപ്പർ വളരെ തിന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ അതിങ്ങനെ ചുളുങ്ങിയിരിക്കും. അപ്പോൾ നമുക്ക് ടെക്സ്ചർ അങ്ങനത്തെയാണ് വേണ്ടത്. നമുക്ക് ഒരു ചുളുക്കുള്ള ഒരു ടെക്സ്ചറാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ അത് ചുളുങ്ങിയതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ ഞാനിതാ ഈ ക്യാൻവാസ് മൊത്തം ഞാൻ ഈ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ പ്രിൻറ്റഡ് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. അതൊരു ഡിസൈനിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പ്രിൻറ്റഡ് ടിഷ്യൂ പേപ്പർ വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു മിക്സ്ഡ് മീഡിയയുടെ മോഡൽ അനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മാഗസിൻ പേപ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പർ, ന്യൂസ് പേപ്പറിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ലെയർ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിന് മുകളിൽ ഒരു ലെയറും കൂടി വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നമുക്ക് ഇപ്പോൾ ഞാനിനി ഇവിടെ ഒരു സെൻറ്ററിലൊരു പിക്ചർ ഉള്ളത് കൊണ്ട് അത് മറക്കാൻ വേണ്ടിയിട്ട് ഒരു ലെയറും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആക്രിലിക് പെയിൻ്റാണ്. ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഞാനിവിടെ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്പോഞ്ചിന് പകരം നിങ്ങൾക്ക് ബ്രഷ് ഉപയോഗിക്കാം. പക്ഷേ സ്പോഞ്ച് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ഇങ്ങനെ കട്ടിയിൽ പെയിൻറ്റ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതൊരു നല്ലൊരു ടെക്സ്ചറായിട്ട് കിട്ടും. പിന്നെ ഞാനിവിടെ നമ്മൾ ആദ്യം തന്നെ ഒരു കളറ് നിങ്ങൾ ആലോചിക്കുക. ഇപ്പോൾ ഞാനിവിടെ ഒരു ബ്ലൂ, വൈറ്റ്, അതുപോലെ തന്നെ ഒരു ഏഷ് ഷെയ്ഡാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ഒരു കളർ തീമിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാനിവിടെ ഒരു പിക്ചർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു പിക്ചറാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ഏത് ടൈപ്പ് പിക്ചർ വേണമെങ്കിലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു കുട്ടികളുടെ പിക്ചർ അല്ലെങ്കിൽ സീനറിയാണ് വേണ്ടതെങ്കിൽ സീനറി നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചതിന് ശേഷം ഞാൻ കുറച്ച് ഒരു ഏഷ് കളറ് ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഞാനിവിടെ കുറച്ച് മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് എന്താ പറയുക ഉപയോഗശൂന്യമായിട്ടുള്ള ചെറിയ ചെറിയ ഇതുപോലത്തെ പീസസുകൾ മെറ്റീരിയൽസ് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ മിക്സ്ഡ് മീഡിയ ആർട്ടിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എന്ത് മെറ്റീരിയൽസും ഫാബ്രിക്സ് യൂസ് ചെയ്യാം. ഇതുപോലത്തെ ചെറിയ ചെറിയ മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഇതിൻ്റെ മിക്സ്ഡ് മീഡിയ ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് അവിടെ കുറേ സാധനങ്ങൾ ഇതുപോലത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാനിതാ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അത് ഒട്ടാൻ ഇത്തിരി പാടായിരിക്കും. അപ്പോൾ പെയിൻ്റൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് ഇതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാതും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് കളർ അടിക്കാം. ഇപ്പോൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് നമ്മൾ ആദ്യം എല്ലാത്തിനും ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ ഒട്ടിച്ചിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ മുകളിലായിട്ട് പെയിൻറ്റ് ചെയ്യാം. ഇപ്പോൾ ബ്രഷ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. എല്ലാത്തിലും ഒറ്റ കോട്ട് പെയിൻ്റ് അടിച്ച് ബ്ലാക്ക് കളർ പെയിൻ്റ് അടിക്കാം. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഒരു കോട്ട് അടിച്ചതിന് ശേഷം ഞാനിവിടെ ഗോൾഡ് മെറ്റാലിക് കളേഴ്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ബ്ലൂ കളറും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെറ്റാലിക് കളേഴ്സ് നിങ്ങൾക്കറിയാം കുറച്ച് ഷൈനി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഗോൾഡ് കളറും പിന്നെ ബ്ലൂവും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒത്തിരി ഒരു ഷൈനി ഉണ്ടാവും. എന്നിട്ട് അത് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അധികം പെയിൻറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് അതിന് മുകളിൽ ഒന്നിങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ ബ്ലൂ കളർ അടിച്ചതിന് ശേഷം കുറച്ച് ഗോൾഡൻ കളർ മെറ്റാലിക് കളർ എടുത്തിട്ട് ഒന്ന് ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഷൈനി ആയിരിക്കും, നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഇനി നമുക്കിതുപോലെ സ്റ്റെൻസിലൊക്കെ ഉപയോഗിക്കാം. ഇപ്പം ഞാനിവിടെ ഒരു സ്റ്റെൻസിൽ ഉപയോഗിച്ചിട്ട് കുറച്ച് നമുക്കതിനെ ഒന്നും കൂടി മോടി കൂട്ടാനായിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റെൻസിലൊക്കെ യൂസ് ചെയ്യാം. അതായത് ഇതുപോലെ സ്റ്റെൻസിൽ വെച്ചിട്ട് ഒരു ബ്ലൂ കളർ വെച്ച് ഞാനിതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ചെറിയ പീസ് ഓഫ് പേപ്പറൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. സെയിം ഇതുപോലെ ചെയ്യാൻ പറ്റണമെന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ മനസ്സിലാലോചിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതുപോലെ ചെറിയ പീസ് ഓഫ് പേപ്പർ, മാഗസിൻ പേപ്പറിൻ്റെ പീസുകൾ, അതൊക്കെ വെച്ച് കുറച്ചും കൂടി മോഡിഫൈ ചെയ്യാം. പിന്നെ ലേസുകൾ, ഞാൻ പറഞ്ഞ പോലത്തെ മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിച്ച് നമുക്കിതുപോലെ ഡിസൈൻ ചെയ്യാം. പിന്നെ ഞാനിവിടെ ഒരു ബ്രൗൺ കളർ എടുത്തിട്ട് ബ്രൗണും ഒരു ലൈറ്റ് ബ്ലൂ കളറൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഫേസിൽ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഞാനിതിൽ കുറച്ച് സീക്വൻസ് സ്റ്റോണുകളൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഓൾമോസ്റ്റ് നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. അവസാനത്തെ ടച്ചപ്പൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, അതിൻ്റെ ടെക്സ്ചറൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. ആ ടിഷ്യൂ പേപ്പർ വെച്ചതിൻ്റെ അതൊക്കെ ആ ചുളുക്കവും കാര്യങ്ങളൊക്കെ ഒരു നല്ല ഭംഗിയുള്ളൊരു ടെക്സ്ചർ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പെയിൻ്റ് ആയാലും നമ്മൾ ഡിഫറെൻറ്റ് ബ്ലൂവും വൈറ്റും മേശൊക്കെ കൊടുത്ത് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രിൻ്റഡ് ടിഷ്യൂ പേപ്പറുകൾ, ന്യൂസ് പേപ്പറിൻ്റെ പേപ്പറുകൾ ഇതൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ലേസ് സീക്വൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മളെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ മിക്സ്ഡ് മീഡിയ ആർട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരാം. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ക്രാഫ്റ്റ് വണ്ടേഴ്സ് ലീജി എന്ന് പറഞ്ഞിട്ട് പേജ് ഇട്ട് അതിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. അപ്പോൾ മറ്റൊരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസുമായി ഇനിയും കാണാം. ബൈ ബൈ.